യുഎസ് മാർക്കറ്റുകൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് മിക്സഡായിട്ടാണ്. ഏഷ്യൻ വിപണികളിലും ഇപ്പം മിക്സഡായിട്ടാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ന് നിഫ്റ്റി 23,200, 23,220 ലെവലിൽ ഓപ്പൺ ചെയ്യുമെന്ന് കരുതുന്നു. 23,240, 23,280, 23,350, 23,460 ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ടുള്ളത് 23,130, 23,080, 23,000 ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റി 49,000, 49,250, 49,600 ലെവലിൽ റെസിസ്റ്റൻസും സപ്പോർട്ട് 48,550, 48,300, 48,000 ലെവലിലാണ്. കറൻസി വീക്ക്നെസ് താൽക്കാലികമാണെന്ന് SBIയുടെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ ഇന്നലെ വന്ന ഹോൾസെയിൽസ് ഇൻഫ്ലേഷൻ നമ്മളിവിടെ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ചെറിയൊരു ബൈയിങ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. 23,360 ക്ലോസിങ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നതുപോലെ HDFC ഇൻഷുറൻസ് കമ്പനി, L&T ടെക്നോളജി സർവീസ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെയൊക്കെ റിസൾട്ട് ഇന്നുണ്ട്. US, UK, ഫ്രാൻസ് ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്നുണ്ട്. US നാലാം പാദ വരുമാനത്തിൻ്റെ റിസൾട്ട് ഇന്ന് ഉണ്ടാവും. അത് JP മോർഗൻ, സിറ്റി ഗ്രൂപ്പ്, ഗോൾഡ്മാൻ സാക്സ്, വെൽഫാർഗോ എന്നീ കമ്പനികളുടെ റിസൾട്ട് ഇന്നുണ്ട്. റിസൾട്ടും ഇൻഫ്ലേഷനുമാണ് അമേരിക്കൻ വിപണിയെ ഇന്ന് സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്.